പാട്ടിടുമ്പോൾ പാട്ടിന്റെ താളം അനുസരിച്ച് നിങ്ങൾ തന്നെ സ്റ്റെപ്പ് ഇടുക. സ്റ്റെപ്പ് ഇട്ട് നിങ്ങൾ കളിക്കുക. എല്ലാവർക്കും ദൈവം ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. കഴിവനുസരിച്ച് കളിച്ചോണം. ബെഞ്ച് എല്ലാവരും തട്ടി വീഴല്ലേ, അത് ശ്രദ്ധിച്ചോണം നിങ്ങൾ. റെഡി? എല്ലാവരും റെഡി? എല്ലാവരും ഇറങ്ങി താഴെ ബെഞ്ചിന്റെ അടുത്തിരിക്കുന്ന കുട്ടികള് ശ്രദ്ധിച്ചോണം. ബെഞ്ചിന്റെ തട്ടി വീഴല്ലേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. കളിക്കണം, പേരൻസ് കളിക്കണം. ഒരു കാര്യം പറയുന്ന അനുസരിക്കാമോ? എല്ലാവരും ബെഞ്ചിലോട്ടൊന്ന് കയറി ഇരുന്നേ, എന്നിട്ട് ബാക്കി പറയണം. ബെഞ്ച് മാലയൊന്നും പറിച്ച് കളയരുത്. ബെഞ്ചിലോട്ട് കയറി എല്ലാവരും പേരൻസ് പേരൻസ് എല്ലാവരും കയറിയിരുന്നേ.
എല്ലാരും കയറിയിരിക്കണം. എല്ലാരും ബെഞ്ചിട്ടെ, ബെഞ്ചിലോട്ട് കയറിയിരുന്ന എല്ലാ കുട്ടികളും കയറിയിരുന്നേ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇല്ലെങ്കിൽ തറയിലോട്ട് ഇരുന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം ഒരു കാര്യം ചെയ്യും, കുട്ടികൾക്ക് തറയിലിരിക്കാമോ? ഇന്നത്തേക്കൊന്ന് തറയിൽ കുറച്ച് തരത്തില്ല, ഇരിക്കാമോ? അന്നാക്കി വാ, തറയിലിരിക്കാവുന്നവരല്ല ഇവിടെ ഫ്രണ്ടി വാ. ലൈനായിട്ടൊക്കെ ഇരുന്നു, ലൈനായിട്ടിരുന്നു. നടുക്ക് സ്ഥലം ഇടണം, നടുക്കിരിക്കരുത്, നടുക്ക് ആരും ഇരിക്കരുത്. നടുക്ക് സ്ഥലം ഇടണം, നടുക്ക് സ്ഥലം ഇടണം. എല്ലാ കുട്ടികളും അകത്ത് വരണം, വെളിയിൽ നിൽക്കരുത്. എല്ലാ കുട്ടികളും അകത്തുണ്ടായിരിക്കണം. ആരെങ്കിലും വെളിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പേരൻസ് അവരേക്ക് കൊണ്ടുവരണം. എല്ലാ കുട്ടികളും അകത്ത് വന്നിരിക്കണം. ഞാൻ പറയാൻ തുടങ്ങാമെങ്കിൽ നിങ്ങൾ നടുക്കിരിക്കരുത്, നടുക്കിരിക്കരുത്. ബെഞ്ച് ഇരിക്കാവുന്നൊരു ബെഞ്ചായിരുന്നു, ബാക്കിയുള്ളവര് ലൈനായിട്ടിരിക്കുക. നടുക്കിരിക്കരുത്, നടുക്കിരിക്കരുത്, നടുക്കിരിക്കരുത്. പട്ടാളക്കാരൊക്കെ നടുക്ക് കയറി ഇരിക്കരുത്. എല്ലാരും നിശബ്ദരായിട്ടിരുന്നേ, നിശബ്ദരായിട്ടിരുന്നേ, എങ്കിലേ ഞാൻ പറയത്തുള്ളൂ. നിശബ്ദരായിട്ടിരിക്കുക, എല്ലാരും നിശബ്ദരായിട്ടിരുന്നേ. ഓണം എന്നത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആഘോഷമായിട്ടാണ് നമ്മൾ കരുതുന്നത്. കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. നമ്മുടെ സെന്റ് മേരീസ് നഴ്സറി സ്കൂളിന്റെ ഓണാഘോഷമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളരെയധികം സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കാളിയാവാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുറേ ദിവസത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തു. ഇവിടെ ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി നടത്തിയ നമ്മുടെ സിസ്റ്റർ കാദറിനെ ഈ സ്കൂളിന്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ടീച്ചേഴ്സ് ഒത്തിരി ദിവസത്തെ കഷ്ടപ്പാടാണ് അവർക്ക് ഈ കുഞ്ഞുങ്ങളെ ഇത്രയും പരിപാടി. അവര് വലുതല്ല, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇത്രയും പരിപാടിയൊക്കെ ഇവരെ സംഘടിപ്പിക്കാൻ പറ്റിച്ചത്. അതിൽ എല്ലാ ടീച്ചേഴ്സിനും നോൺ ടീച്ചേഴ്സ് സ്റ്റാഫിനും ഈ സ്കൂളിന്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ മാവേലിയെ ഒരുക്കിയ ആര്യനാണ്. ഞങ്ങളുടെ UKG ആര്യനാ മാവേലിയായിട്ട് ഒരുങ്ങി വന്നത്. മാവേലിയെ ഒരുക്കിയത് ആര്യന്റെ ഫാദറാണ്. ഫാദറിനെ ഈ സ്കൂളിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെ നന്നായിരുന്നു മാവേലി. പിന്നെ മഹാബലി നന്നായിരുന്നു. മഹാബലിയെ ഒരിക്കലും ഞങ്ങളാണ് സപ്പോർട്ട് പാരന്റിൻ്റെ ഉണ്ടായിരുന്നു. ആ പാരന്റിനെ നന്ദി അറിയിക്കുന്നു. പിന്നെ മലയാളി മങ്കിയായിട്ടും നമ്മുടെ ജവാന്മാരായിട്ടും ഒക്കെ ഒത്തിരി പേര് പുലിക്കളി, വള്ളംകളി എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കടന്നു വന്ന എല്ലാ പാരൻസിനും ഈ സ്കൂളിൻ്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഏറ്റവും നന്നായിട്ട് നന്ദി പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്കാണ്. ഞങ്ങളോടൊപ്പം എല്ലാ
ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് ഈ സ്കൂളിൻ്റെ പേരിൽ എല്ലാവരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ കലാ കായിക മേളകളിലും കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ നല്ല പരിപാടികളെ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിനായിട്ട് ഞങ്ങളിവിടെ അടിത്തറ ഇടുന്നു. ഞങ്ങൾ നഴ്സറി സ്കൂളാണെങ്കിലും അവരെ എല്ലാ കലകളിലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളിവിടെ അവരെ വളർത്തുന്നത്. അവരിനി സ്കൂളിൽ ഏത് തലത്തിൽ പോയാലും നല്ല കുഞ്ഞുങ്ങളായി, അവർക്ക് കലാവാസനയുള്ള കുഞ്ഞുങ്ങളായി വളരാൻ സഹായിക്കും. അതിന് ജഗദീശൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പഠനത്തോടൊപ്പം എല്ലാ കലാ കായിക അവസരങ്ങളിലും ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ഡേയ്സും ഞങ്ങൾ വളരെ നല്ല രീതിയിലാണ് ആഘോഷിക്കുന്നത്. അതിന് നമ്മുടെ സിസ്റ്റർ ഞങ്ങൾക്ക് ഭയങ്കര തുണയും സപ്പോർട്ടും എല്ലാം തന്നു കൂടെ ഇരിക്കും. സിസ്റ്ററാണ് അതിൻ്റെ മെയിൻ ആള്. ബാക്കി സപ്പോർട്ടായിട്ട് ഞങ്ങളും ഉണ്ടാവും. അപ്പം എല്ലാവർക്കും നന്ദി. നല്ലൊരു തിരുവോണം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഒരു കാര്യം, കുഞ്ഞുങ്ങള് പായസം കുടിക്കുന്ന ഗ്ലാസ് മാറ്റില് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കണം. നിങ്ങൾക്ക് രണ്ടാമത് തരും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ട, നിങ്ങളുടെ കൈ പിടിച്ചാൽ മതി കേട്ടോ. അതവിടെ പിടിച്ച് നിൽക്കുക. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ് പാസ് ചെയ്യണ്ട. പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കൈ പിടിച്ചോണ്ടിരിക്കുക. പിന്നെ നല്ല ഒരു ഓണം എല്ലാവർക്കും നേരുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളം ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ ശ്രദ്ധിച്ച് പായസം കുടിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരം. നമുക്ക് ദൈവം തിരുവനന്തപുരത്തും കൊല്ലത്തും ഉള്ളവരെ അവിടെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാലേ, നമ്മുടെ ഈ നാട്ടിൽ, ഈ കേരളത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ വസ്ത്രം ധരിക്കുവാനോ ഒന്ന് ഓടി കളിക്കുവാനോ ഒന്നും സാധിക്കാതെ വിഷമിക്കുന്നുണ്ട് മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. വെള്ളത്തിൽ നീന്തി ശ്രദ്ധിച്ചേ, പറയുന്ന സിസ്റ്റർ പറയുന്ന ശ്രദ്ധിച്ചേ, ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി പറയാണ്. ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അവസരങ്ങൾ നമുക്ക് കിട്ടാതെ പോകും. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടെ നിങ്ങളുടെ കയ്യിൽ ആ ഗ്ലാസ് പിടിച്ചോ, നിങ്ങൾക്ക് തരും. അവിടെ അങ്ങി ഇരുന്നാൽ മതി, നിങ്ങൾക്ക് തരും. അവിടെ ഇരുന്നാൽ മതി. കിട്ടുന്ന അവസരങ്ങള് നഷ്ടപ്പെടുത്താതെ നമുക്ക് ചെറിയ ചെറിയ കഴിവുകളിലൂടെയാണ് നമ്മൾ വലിയ കഴിവുള്ളവരായിത്തീരുന്നത്. ആദ്യം നമ്മൾ ചിലപ്പം പൊട്ടത്തരമായിരിക്കും കാണിക്കുന്നത്. പക്ഷേ അതിലൂടെ നമുക്ക് അനേകം കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. സിസ്റ്ററിന്റെ അനുഭവം പറയുകയാണ്. ചെറുപ്പം മുതലേ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഈശ്വരനിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാല് നമ്മുടെ ഒരു നാളും ദൈവം കൈവിടുകയില്ല എന്നുള്ളതിന് ഉറപ്പാണ് ഈ നിൽക്കുന്ന ഞാൻ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ചെറുപ്പം മുതൽ മാതാപിതാക്കൾ, ഇന്നത്തെ കാലഘട്ടത്തിലെ മാതാപിതാക്കൾക്ക് സമയമില്ല. പണ്ടത്തെ മാതാപിതാക്കൾക്ക് സമയമില്ല എന്ന് ഓർത്ത് നോക്കണം. ഇന്നത്തെ മാതാപിതാക്കൾക്ക് മിക്സി ഉണ്ട്, എല്ലാ സാധനവും നമുക്ക് കടയിൽ നിന്ന് പൈസ കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും. പണ്ട് അങ്ങനല്ല. കൃഷി, ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നൈറ ഇവിടെ കയറുന്നേ, ഇവിടെ കയറിയിരിക്കും. ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾക്ക് കൃഷി ചെയ്യണം. കൃഷി ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുള്ളേ? കൃഷി ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? വെള്ളം വറ്റിക്കണം. വെള്ളം വറ്റിച്ച് നിലം ഉഴണം. നിലം ഉഴുത് കഴിഞ്ഞ് വിത്ത് വെള്ളത്തിലിട്ട് പാകമാക്കണം. അത് വിതയ്ക്കണം. വിതച്ച് അതിൻ്റെ ഇടയിൽ കളകളുണ്ടെങ്കിൽ കളഞ്ഞ് വളമിട്ട് അത് നെല്ലായി വരുമ്പോൾ കാറ്റും മഴയും വന്നാൽ അത് നശിക്കും. അപ്പോഴെന്ത് ചെയ്യണം? കാറ്റും മഴയും വരാതെ കണ്ണുനീരോടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് ദൈവം തരുന്ന കൃഷിയെ ദൈവത്തിന് നന്ദിയായിട്ട് അർപ്പിക്കുന്നതാണ് തിരുവോണം. തിരുവോണത്തിന് നമ്മള് കിട്ടിയ കൃഷിയിൽ നിന്ന് ഒരു ഭാഗം ദൈവത്തിന് അർപ്പിക്കുന്നു. അതിന്റെ ഒരു സൂചനയും കൂടാണ് തിരുവോണം. കാരണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന ഫലം കൊണ്ട് എല്ലാവരുമായിട്ട് പങ്കുവെച്ച് ജീവിതത്തിലെ സുഖദുഃഖങ്ങളിലെ സന്തോഷത്തോടെ ജീവിക്കുവാന്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാന് അന്നത്തെ കാലഘട്ടത്തില് എല്ലാവർക്കും സാധിച്ചു. ഇന്ന് നമുക്ക് എത്ര കിട്ടിയാലും തികയുമോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും ഇന്ന് അമ്മമാർക്കൊക്കെ ജോലി, അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോലിയാ.
തീ കത്തിക്കാൻ വിറകില്ല. ഭൂമിയിൽ തീ കത്തിക്കാൻ വിറക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച തീ ഊതി ഊതി കത്തിക്കണം. ഇന്നത്തെ അമ്മമാർക്ക് അങ്ങനത്തെ കഷ്ടപ്പാടില്ല. എല്ലാവർക്കും ജോലിയുണ്ട്, ഇല്ലെന്നല്ല, ജോലിയുണ്ട്. അമ്മമാർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. അന്നത്തെ കാലഘട്ടത്തിലെ 7, 8, 9, 10, 12, 13 ഒക്കെ മക്കളാണുള്ളത്. ഇവരെ ആരാ നോക്കുന്നത്? മൂത്ത മക്കള് ഇളയവരെ നോക്കും. അങ്ങനെയാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ അപ്പോഴും സന്തോഷമാണ്, സമാധാനമാണ്. നമ്മൾ നല്ല വ്യക്തിത്വങ്ങളായി വളരും. കാരണം അടികൊടുത്തും കൊണ്ടും വഹിച്ചും എല്ലാം ജീവിക്കേണ്ടവരാണ്. ഇപ്പൊ ഒന്നും ഒറ്റയും കുട്ടികളുള്ളവർക്ക് അടി കൊടുക്കാൻ പേടി, അടിക്കാൻ പേടി, അടി കൊണ്ടാല് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? പേടിച്ച് 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 ജീവിക്കുന്ന കാലഘട്ടം അല്ലേ? അല്ലേ പേരൻസ് എന്ന് പറഞ്ഞേ? എല്ലാ കുട്ടികളും അവിടെ തന്നെ ദ്രവിൻ ഇരിക്കവിടെ, ഇരിക്കവിടെ. ആർക്കും ക്ലാസ് പാസ് ചെയ്യണ്ട, നിങ്ങൾ അവിടെ ഇരിക്കും. എല്ലാരും എവിടെയാണ്? അപ്പം ഇന്നത്തെ കാലഘട്ടത്തില് ഒരു 3 വയസ്സായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് 2.5 വയസ്സാകുമ്പോഴേ കൊടുക്കാൻ തുടങ്ങിയത്. ഞാൻ വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടി പോലും മൊബൈൽ തൊടാൻ പാടില്ല. ഈ മൊബൈല് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും. വയസ്സായ ഞങ്ങളൊക്കെ ഇപ്പോഴാണ് മൊബൈൽ എടുക്കുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങൾക്ക് നിവർത്തികേട് കൊണ്ടാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ കുട്ടികളും പേരൻസിന് കൊടുക്കണേ. പേരൻസിന് ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ ക്ലാസ് അനക്കണ്ട, നിങ്ങൾ അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് തരും. വേണ്ടാത്തവരുടെ ക്ലാസ് മാത്രം കഴിക്കാം. എന്നിട്ട് നമുക്ക് ഈ തിരുവോണം ഇവരെയൊക്കെ ഓർത്ത് ഇന്ന് കൃഷി ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങൾക്കറിയാമല്ലോ വയനാട്, ഇവിടെ ശ്രദ്ധിച്ചേ, വയനാട്, മലപ്പുറം, തൃശ്ശൂര്, കോട്ടയം, ആലപ്പുഴ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളില് ഓണം ആഘോഷിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അവരെ ഓർത്ത് നമ്മള് പ്രാർത്ഥിക്കണം. അതോടൊപ്പം ദൈവത്തിന് നന്ദി പറയുകയും വേണം. ധ്രുവിൻ ഇന്ന് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ഇത്രയും പരിപാടികള് എല്ലാ കുട്ടികളും പങ്കെടുത്തു. എല്ലാ കുട്ടികളും എല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പേരൻസിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പേരൻസ് സപ്പോർട്ട് ചെയ്ത് കുഞ്ഞുങ്ങളെ ഓരോ കാര്യങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരിക. അതാണ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ പേടിച്ചിരിക്കരുത്, ഒരിക്കലും പേടിച്ചിരിക്കരുത്. കുഞ്ഞുങ്ങളെ ആരും പേടിക്കണ്ട. ഞാൻ പേടിക്കത്തില്ല കുഞ്ഞുങ്ങളെ. നമുക്ക് ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം. എല്ലാം വേണം. എല്ലാം ഒരു പരുവത്തിൽ കൊണ്ടുപോയെങ്കിലേ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഒന്ന് പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമല്ല ഇപ്പൊ നടക്കേണ്ടത്. പേരൻസ് നിങ്ങളോട് പറയും ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, അത് പേരൻസ് ആണ് അറിഞ്ഞു കൊടുക്കേണ്ടത്. വസ്ത്രം, കുട്ടികളെല്ലാം വസ്ത്രം വേണം, ഇന്ന വസ്ത്രം വേണമെന്ന് പറയാൻ പാടില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കുട്ടികളും ഇടുന്നേ ഇവിടെ ഇവിടെ അതില്ലേ എവിടെ കയറുക, എല്ലാവരും ഇവിടെ കയറുക, അവന്തിക എവിടെ കയറുക, എല്ലാവരും ഇവിടെ എല്ലാവരും എല്ലാവരും ഇടുന്നേ. ആരോട് പോകാൻ ഞാൻ പറഞ്ഞില്ല, പറയാതെ പോകരുത് അല്ലേ? അപ്പൊ പേരൻസ് ആണ് കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം ധരിക്കേണ്ടത് ഏതാണ്, ഭക്ഷണം ഏതാണ് കഴിക്കേണ്ടത് എന്ന് പറയുന്നത്. അല്ലാതെ കുട്ടികൾ പറയുന്ന ഭക്ഷണം നിങ്ങൾ പറയിപ്പിക്കരുത്. കാരണം കുഞ്ഞുങ്ങള് പറയുന്ന ഭക്ഷണം നല്ലതായിരിക്കണമെന്നില്ല. പലതും ഞാൻ പറയുന്നുണ്ട്. കുട്ടികളെല്ലാവരും ഇടുന്നേ. അനുസരണമില്ലേ? അനുസരണം, 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 അനുസരണം ആണല്ലോ. അപ്പൊ ഇത്ര പ്രാവശ്യം സിസ്റ്റർ പറഞ്ഞു. ആദിത്യൻ നമുക്ക് പേരൻസിന് എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ പേരൻസിന്? നമുക്ക് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും പോരാ. ഞാൻ പേരൻസിനോട് വളരെ കാര്യമായിട്ട് പറയുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് അവധിക്കാലം വരുമ്പോൾ മൊബൈൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. മൊബൈൽ കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്ന് മാറ്റാൻ പ്രയാസമാണ്. വളരെ കർശനമായിട്ട് പറഞ്ഞാൽ നിങ്ങളോട് മാത്രമല്ല, എൻ്റെ കുടുംബത്തിലും പറയുന്ന കാര്യങ്ങളാണ് ഞാൻ
മൊബൈൽ കൊടുക്കരുത്. കുഞ്ഞുങ്ങൾക്ക് മൊബൈലിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല. നിങ്ങൾക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ നോക്കുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് അത് നോക്കേണ്ട കാര്യമില്ല. അമ്മമാർക്ക് ഒരുപക്ഷെ എളുപ്പമായിരിക്കും, ജോലി. മൊബൈൽ അങ്ങോട്ട് ഓൺ ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ഇരുന്ന് കണ്ടുകൊണ്ട് എത്ര മണിക്കൂർ വേണേലും ഇരുന്നോളും. നമുക്ക് ജോലി ഇഷ്ടംപോലെ ചെയ്യാം. പക്ഷേ നമുക്ക് നന്മയല്ല അത് വരുന്നത്, തിന്മയാണ്. അത് ഓർക്കണം. എല്ലാ അമ്മമാരും അത് ചിന്തിക്കണം. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ശമനം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞിരുത്താൻ എനിക്കറിയാം. ഞാൻ ഇന്ന് തിരുവോണമായതും നമ്മളാണ് അടക്കി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഞാൻ പിള്ളേർ 6 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട്, 9 മണിക്ക് കർശനമായിട്ട് കിടക്കണം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വീടുകളിൽ പ്രാർത്ഥിക്കാനും ഒക്കെ പഠിപ്പിക്കണം. നമ്മളാണ് ജാതി മതം ഒക്കെ ഉണ്ടാക്കുന്ന ഈശ്വര വിചാരത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ആ ചിന്തയില് എല്ലാവരും പായസം കുടിച്ചോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാമായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഇനി ടീച്ചേഴ്സ് പറയും. പേരൻസ് വന്നിട്ടുള്ള കുട്ടികളുടെ ടീച്ചേഴ്സ് അവരുടെ ടീച്ചേഴ്സിനെ കണ്ട് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കൊണ്ടുപോകാവൂ. ഞാൻ എല്ലാവരോടും തിരക്ക് കൂട്ടരുത്. എല്ലാവർക്കും നന്ദി, ഒത്തിരി നന്ദി. പേരൻസും കുഞ്ഞുങ്ങളോടൊപ്പം ഒരുക്കാനും ഒക്കെ എല്ലാവരും ശ്രമിച്ചു. നമ്മുടെ ഈ സ്കൂളിലെ പരിപാടികൾക്ക് നിങ്ങൾ വന്ന് പങ്കെടുത്തതിന് നന്ദി. എല്ലാ അധ്യാപകർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും, എല്ലാ പേരൻസിനും, എല്ലാ അനധ്യാപകർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം ആയില്ല, നമുക്ക് നാളെ കഴിഞ്ഞ് പരീക്ഷയാണ്, എക്സാമാണ്. നാളെ ഇരുന്ന് പഠിച്ചോണം കേട്ടോ. നാളെ ഒരു ദിവസം ലീവുണ്ട്, പഠിച്ചോ. മിടുക്കരായിട്ട് പഠിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരും. ടീച്ചേഴ്സിനോട് പറയാതെ ആരും പോകരുതേ. ക്ലാസ് ടീച്ചേഴ്സിനോട് പറയാതെ ഒരു കുട്ടി പോലും പോകരുത്.